ചേച്ചി ഞങ്ങക്ക് ചക്കയൊന്നും കിട്ടാനേ ഇല്ല. മോളെ ചക്ക ഉണ്ട്, ഇപ്പൊ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അമ്മേനോട് പോവല്ലേ ചോദിച്ചു. അമ്മ വാ, റെഡിയാ പറഞ്ഞു. മരത്തിൽ കയറി പറിക്കണോ അല്ലെങ്കിൽ അവർ പറിച്ചു വെച്ചാണോ എന്താന്ന് അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഈ വഴിയിലൂടെ ഒക്കെ പോയിട്ട് വേണം. ചക്ക തലേ വെച്ച് ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരേണ്ടി വരില്ല. ആ, ഏതെടുക്കണം എന്നാണ്? ഹലോ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനും അമ്മ ഇങ്ങനെ വീട്ടില്, നമ്മള് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ എല്ലാരും ട്രിപ്പ് പോയതാണ്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പം ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ ഏട്ടൻ സ്റ്റിച്ച് ചെയ്ത് ഏട്ടൻ എനിക്കിപ്പോ കുറച്ച് കാലമായിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തരാറില്ല. അപ്പം കൊച്ചി വന്നപ്പോ തൊട്ട് ഇവിടെ അടുത്തൊരു ചേച്ചീന്റെ അടുത്താ ബ്ലൗസ് കൊടുക്കാറ്. അപ്പം കഴിഞ്ഞ ദിവസം അങ്ങനെ ബ്ലൗസ്, അമ്മേന്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കാൻ പോയപ്പോ ഇങ്ങനെ ഞാൻ ചോദിച്ചു, ചേച്ചി ചക്കയൊക്കെ ഉണ്ടോ, നിങ്ങൾക്ക് ചക്കയൊക്കെ കിട്ടുന്നുണ്ടോ അങ്ങനെ ചോദിച്ചു. അപ്പൊ മോളെ ഇഷ്ടം പോലെ ചക്ക ഉണ്ട്, ചേച്ചിക്ക് വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ചക്ക ചോദിക്കുന്നവർക്കൊക്കെ ചേച്ചി അടുത്തുള്ളടത്തുനിന്നൊക്കെ റെഡിയാക്കി കൊടുക്കാറാന്ന് പറയും. ഞാൻ പറഞ്ഞു, ചേച്ചി ഞങ്ങക്ക് ചക്കയൊന്നും കിട്ടാനേ ഇല്ല, എപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയാലായി. ഇപ്പൊ നമ്മൾ കോഴിക്കോടുള്ളപ്പോഴാണെങ്കിലും നമുക്ക് എപ്പോഴും ചക്കയും മാങ്ങ ഇതൊക്കെ എപ്പോഴും ഉണ്ടായി. ഇവിടെ എറണാകുളം വന്നതിന് ശേഷമാണ് ഇതൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കാറ്. അപ്പൊ നമുക്കത് നമ്മളങ്ങനെ ശീലമില്ലല്ലോ. അപ്പൊ നമുക്കത് ഭയങ്കര ഒരു വിഷമമായിരുന്നു. പിന്നെ കാശ് കൊടുത്തിട്ടാണെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള പോലെയായിരുന്നു. അപ്പൊ ചേച്ചി പറഞ്ഞു ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അയച്ചി ഇങ്ങനെ മൈസൂർ ട്രിപ്പ് പോയിരുന്നു, ഇത് പറഞ്ഞു. ഇപ്പൊ ചേച്ചി ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് മോളെ ചക്ക ഉണ്ട്, ഇപ്പൊ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അമ്മേനോട് പോവല്ലേ ചോദിച്ചു. അമ്മ വാ, റെഡിയാ പറഞ്ഞു. അപ്പൊ ഞാൻ അത് പെട്ടെന്ന് റെഡിയാകും. അപ്പൊ നമുക്ക് പോയിട്ട് ചക്ക വാങ്ങിക്കാം കേട്ടോ. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞ ചേച്ചി ഇനിയിപ്പോ മരത്തിന്റെ മുകളിലാണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ എങ്ങനെയെങ്കിലും പറിച്ചോളാന്നൊക്കെയാണ് ഞാൻ അന്ന് പറഞ്ഞത്. പക്ഷെ അന്ന് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവുമല്ലോ, ആമ്പിള്ളേർ ആരെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പൊ അവരെ കൊണ്ട് ആരെക്കൊണ്ടെങ്കിലും അങ്ങനെ ചെയ്യിക്കാം, അല്ല അച്ഛനെ കൊണ്ട് ചെയ്യിക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ ആരും, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. മരത്തിൽ കയറി പറിക്കണോ അല്ലെങ്കിൽ അവർ പറിച്ചു വെച്ചാണോ എന്താന്ന് അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടെ തൊട്ടടുത്താ. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയാ, വലിയ മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഐബ്രോസും ലിപ്സ്റ്റിക്കും ഇട്ടിട്ട് നമുക്ക് ഇറങ്ങാം. ഞാൻ അങ്ങനെ ഹോംലെസ് ആയിട്ട് വീട്ടിലിരിക്കല്ലേ, അപ്പൊ അതുകൊണ്ട് ഒരു വൃത്തിയില്ല. ഇത് പണ്ടെപ്പോഴോ യൂസ് ചെയ്ത് തീർന്ന മസ്കാര. അപ്പൊ അത് വെച്ചിട്ടൊന്ന് ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ചെയ്തു കൊടുക്കുക. കാണുമ്പോ ഒന്ന് വൃത്തി വരാൻ വേണ്ടി മാത്രം. കുറച്ച് ബ്ലഷും. നമുക്കിവിടെ വീട്ടില് അമ്മയ്ക്കും അച്ഛനും എനിക്കും ഏട്ടനും നമുക്കെല്ലാവർക്കും ചക്ക ഭയങ്കര ഇഷ്ടാട്ടോ. എങ്ങനെയാണെങ്കിലും ഇഷ്ടാ. നമ്മള് ഇടിച്ചക്കല്ലേ, ചെറിയ ചക്ക, അതാണെങ്കിൽ ഇഷ്ടാണ്. ഇനിയിപ്പൊ അതിന്റെ ഒരു അടുത്ത പാകല്ലേ, ഇങ്ങനെ ചീന്തിട്ടിട്ട് ചുമ്മാ വറവിലിടുന്ന അത് ഇഷ്ടാണ്. പിന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആയിട്ടുള്ളത് നമ്മൾ ചക്ക വെക്കൂലേ, തേങ്ങയൊക്കെ അരച്ച് മറ്റേ പുഴുക്ക് വെക്കൂലേ, അതും ഇഷ്ടാണ്. പഴുത്ത ചക്ക ഇഷ്ടാണ്, ചക്ക വറുത്തത് ഇഷ്ടാണ്. ചക്ക എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടാണ്. മറ്റേ ലോക്ക്ഡൌൺ സമയത്തൊക്കെ നമ്മൾ കോഴിക്കോട്, ഫസ്റ്റ് ലോക്ക്ഡൌണിൽ കേട്ടോ, അന്നൊക്കെ ചക്കേനെ കൊണ്ട് ഇല്ലാത്ത വിഭവമില്ലായിരുന്നു. അന്ന് നമ്മുടെ വീട്ടിലാണ് എല്ലാവരും ഉണ്ടാവുക, നമ്മളെ ഫ്രണ്ട്സുകൾക്ക് എല്ലാവരും, നമ്മളെ ഹബ്ബ് പോലെയാണ് നമ്മളെ വീട്. അപ്പൊ എല്ലാവരും അധികം എപ്പോഴും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുക. അപ്പൊ അത്രയും ചക്ക വറുത്തതൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടുവോളം കഴിക്കാനുള്ള ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ നമുക്ക് ചക്കയും ഇല്ല, മാങ്ങയും ഇല്ല. ഉണ്ട് കേട്ടോ, കിട്ടുന്നുണ്ട്, ഞാൻ പറയാം പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പം കിട്ടുന്നില്ല. അപ്പൊ ഇതിനോടൊക്കെ ഇപ്പൊ ഭയങ്കര ഒരു ആക്രാന്ത. അപ്പൊ വാ നമുക്ക് പോവാം. തൊട്ടടുത്താ, സ്കൂട്ടർ എടുത്തിട്ട് പോയിട്ട് വരാം. ഞാനമ്മ റെഡി ആയിട്ട് ഇറങ്ങി. ഇതാ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്, ഒരു സഞ്ചി എടുത്തിട്ടുണ്ട്. അതിന്റെ കറ ഇനി വണ്ടിന്റെ മുകളിലൊന്നും ആവണ്ട, അപ്പൊ അതുകൊണ്ട് ഇത് സേഫ്റ്റിക്ക് എടുത്ത് വെച്ചാ. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഇവിടെ ആട്ടോ ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാറ്. ചേച്ചിന്റെ വീടാണ് മുകളില്, ചേച്ചി ഇവിടെ സ്റ്റിച്ച് ചെയ്യും. കണ്ടോ, കുറെ ചെടികളൊക്കെ ഉണ്ട്. ഞാനിവിടെ വരുമ്പം ചെടികളെ പറ്റി സംസാരിക്കാറുണ്ട്. എനിക്ക് തരുമോന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ചേച്ചി തരൂ കേട്ടോ. ഈ പള്ളീന്റെ അടുത്താ. അപ്പൊ നമുക്ക് പോയി നോക്കാം.
അമ്മേനോട് ഇവിടെ നമ്മൾ പോയിട്ട് വരാത്. ആ ഒരു പേപ്പർ ഒരു സഞ്ചി എടുത്തിട്ടുണ്ട്. അമ്മ അവിടെയൊക്കെ ഞങ്ങള് പോയിട്ട് വരാം. ഈ വഴിയിലൂടെ ഒക്കെ പോയിട്ട് വേണം. ചക്ക തലേ വെച്ച് ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരേണ്ടി വരില്ല. ആ പോയൊക്കെ എന്തായാലും. അതെ അപ്പൊ പോയൊക്കെ എന്തായാലും. ആ നോക്കിയറിയാം. ആ ചക്കാത് കേട്ടപ്പോ വഴിയില്ല. ആ അവരുടെ വീട്ടിലെ നായ്ക്കുട്ടിയാ. സ്റ്റെപ്പ് കൂടെ നടന്നുവിടുന്ന ചേച്ചി. ഈ സാധനം എന്താ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇത് കഴിക്കുന്നൊന്നല്ലല്ലേ ചേച്ചി? വൃക്ഷാണ്. ഈ മരത്തിന് വീഴുന്ന സാധനം എന്നാ പറഞ്ഞ. എന്താന്ന് അറിയില്ല. കണ്ട ഇത് ചേച്ചിക്കും കൊറേ കൃഷി ഉണ്ടല്ലേ. എന്താ അടിയാണോ? മുകളിലെന്തോ സൗണ്ടും ബഹളും കേൾക്കും. നോക്ക് നല്ല ഭംഗിയുള്ള തെച്ചി. ആ ചേച്ചി എന്നിട്ട് ഇപ്പൊ പോവല്ലേ വേറെ എവിടെയും? ആ ഞങ്ങക്ക് ആളെ കിട്ടല്ല. ആ അടിച്ചു വരെ തുടക്കാൻ മാത്രമേ ഉള്ളൂ. ഓ ഇതവിടെ ഉണ്ടല്ലോ. ഇവിടെ ഒരു ചെറുതും ഒരു വലുതും ഉള്ളത്. ആ ഏതെടുക്കണം എന്നാണ്. ഏതേച്ചി ഇതാ വീണ. ഇത് രണ്ടെണ്ണം ഒന്ന് തന്നെയുള്ള. ആ വെള്ളം ഒലിച്ചിട്ടുണ്ട് മഴ പെയ്തതിനെ കൊണ്ടല്ലേ. അമ്പത് കൊണ്ടുപോകാനാവണ്ടേ. ആ അതാ ആ അത് ഈ വളഞ്ഞതായിട്ടെ. ആ മുറിഞ്ഞ് ആ ഇതെന്താ ഇഞ്ചിയോ? അതല്ല ചക്ക വെക്കുക വെയിറ്റ് ഇല്ല. ചേച്ചി മതി മതി. ആ ഇവിടെ ഉണ്ടല്ലോ വേണമെങ്കിൽ വരാലോ. അതെ വേണ്ടത്. ഓ ആ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും എന്തായാലും മഴയൊക്കെ ആയതുകൊണ്ട്. മൂന്നെണ്ണല്ലേന്നോ? അല്ല നാലെണ്ണല്ലേന്നോ? 1 2 4 എന്താക്കും എല്ലാം കൂടി. ഓ എൽസമ്മക്ക് ഫേവറേറ്റ് അല്ല ചക്ക. വറക്ക പുഴുങ്ങ പഴുപ്പിക്കാൻ വെക്കുക. ഇവരൊക്കെ വറുത്ത് വെച്ച അവരൊക്കെ വരുമ്പോഴത്തേക്ക് ഉണ്ടാവും. ചേച്ചി പറഞ്ഞ വെള്ളം ഒലിച്ചിട്ടുണ്ടാവും എന്ന് സംശയം ഉണ്ടെന്ന്. മഴ ചെയ്തിട്ടേ
ഉം. ഒന്നും വെക്കണ്ടില്ലേന്നോ അതിന്റെ അടിയില്? പേപ്പർ ഒന്നും വിരിക്കണ്ടില്ലേന്നോ? ചക്കപ്രേമികൾ. മൂത്തില്ലേ? ഇത് ചീന്തിട്ടുണ്ടായിക്കൂടെ? വറവിലിടാ. ഇതോ? ഓക്കെ. വീണില്ല, അപ്പൊ മരത്തിന്റെ മുകളിൽ തന്നെയാണ്. അതിന്റെ അടിയിൽ ഒരു സാധനം, ഒരു ചെറിയൊരു കേട് പോലെ ഉണ്ട് അല്ലേ? ഒന്നും വീണില്ല, മരത്തിലും പറിച്ചതാ. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റട്ടെ. അപ്പൊ ഞങ്ങളെ ചക്ക വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇനി ആ ചക്ക എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമുക്ക് ഗ്യാസും ഇല്ലാണ്ടിരിക്കുക, ഗ്യാസും തീർന്നു ഇവര് കറക്റ്റ് പോയ സമയത്ത്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പൊ ശരി, ഞങ്ങളെ ഈ ഒരു കുട്ടി ചക്ക വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യൂ. അപ്പം ടാറ്റ. അപ്പൊ നമുക്ക് എന്തെങ്കിലും കുട്ടി കുട്ടി വ്ളോഗ് ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റ.